ഇനി വിദേശ വാർത്തകളിലേക്ക് PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. PP ജെയിംസ്, താങ്കൾ ഒരു അപകടം വരാൻ പോകുന്നു. താങ്കളുടെ സുഹൃത്തിനെ നമ്മൾ ഞങ്ങളെ ഇതുവരെ വിളിച്ചില്ല. അതാണ് ബന്ധം. നമ്പർ കാണിക്കണ്ട, അങ്ങേ വിശ്വാസമാണ്. അപ്പൊ പെരിന്തൽമണ്ണയിലെ അബൂബക്കർ PP ജെയിംസിനെ അന്വേഷിക്കുന്നു. വിദേശ വാർത്ത പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഹായ് കൊടുക്കൂ. സാറിനും ഹായ്. ഓക്കെ ഓക്കെ. 124 രാജ്യങ്ങൾ സന്ദർശിച്ചെന്നല്ലേ പറഞ്ഞു? 130. ഇനി അങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണോ ഇത് പറയുന്നത് പുള്ളിക്കാരൻ? ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. സന്തോഷം. അപ്പൊ ബിബി, നമ്മുടെ വിദേശ വാർത്തകൾ ഇപ്പൊ ഏതാ നമ്മൾ ആദ്യം? ആണവ കരാറിലേക്ക് പോട്ടെ. അബൂബക്കർ കേട്ടോണ്ടിരിക്കുക. ഇസ്രായേൽ അമേരിക്ക മൊത്തത്തിൽ പറഞ്ഞു ബിബി. ഇപ്പൊ എന്നോട് ന്യൂസിലാണ്, അതുകൊണ്ട് സാർ എനിക്ക് സംസാരിക്കാൻ ഇദ്ദേഹത്തിനോട് എപ്പോഴും വാർത്തയില്ല മെസ്സേജ് അയച്ചിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾക്ക്. അപ്പൊ ഇതിനി കേട്ടോളൂ, പുള്ളി പറയുന്നുണ്ട്. ഹാഷ്മി വിജയകുമാർ, ഇവിടെ ആണവ കരാറിന്റെ കാര്യത്തിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേലിനെ നായകനാക്കി ആക്രമിക്കുമെന്നാണ് ഈ മണിക്കൂറുകളിൽ ട്രംപ് പറയുന്നത്. ട്രംപ് പറഞ്ഞത് ഞാൻ അധികാരത്തിൽ വന്ന യുദ്ധം ഉണ്ടാവില്ലെന്നാണ്. പക്ഷേ ഇസ്രായേലിലെ യുദ്ധം നടക്കുന്നു, ഉക്രൈൻ യുദ്ധം നടക്കുന്നു. അതിനിടയിലാണ് ഇറാൻ ആക്രമിക്കുമെന്നുള്ള പുതിയ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിൽ ഇപ്പം തന്നെ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 40 പാലസ്തീനികൾ ഈ മണിക്കൂറുകളിലും കൊല്ലപ്പെട്ടു. ഉക്രൈനിലാണെങ്കിൽ ചൈനീസ് സൈനികർ ഉപയോഗിച്ചുകൊണ്ടാണ് യുക്രൈനിൽ റഷ്യ യുദ്ധം നടത്തുന്നതെന്ന് സെലൻസ്കി, ഉക്രൈൻ പ്രസിഡന്റ്, തന്നെ ആരോപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധങ്ങളുടെ ഒക്കെ നടുവിൽ ഇറാൻ കൂടി ആക്രമിക്കുമെന്ന ഭീഷണി ഈ മണിക്കൂറുകളിൽ വരുന്നു. അതിനിടയിലാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ട്രംപ് വീണ്ടും മലക്കം പറഞ്ഞിരിക്കുകയാണ്. 90 ദിവസത്തേക്ക് ചൈന ഒഴികെയുള്ള രാജ്യങ്ങളുടെയൊക്കെ തീരുവ തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക വിപണി ഉണർന്നിരിക്കുകയാണ്. ലോക വിപണിയിൽ അമേരിക്കൻ മാർക്കറ്റ് വൻ കുതിപ്പ് നടത്തി. ലോകമെമ്പാടുമുള്ള ഇന്ത്യയിലടക്കം അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഇതിനുണ്ടാവുന്നു. പക്ഷേ ചൈനയും അമേരിക്കയും നേർക്കുനേർ നിൽക്കുകയാണ്. 125% ചൈനയ്ക്കെതിരെ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു ഭാഗത്ത് ഇസ്രായേൽ ഉക്രൈൻ യുദ്ധം, മറുഭാഗത്ത് വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. SKN ഹാഷ്മി വിജയകുമാർ, എന്തായാലും ഇതിൻ്റെ പരിണത ഫലങ്ങൾ എന്താണെന്ന് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആകെയുള്ളൊരു ആശ്വാസം ഉണ്ടായിരിക്കുന്നത് ചൈന ഒഴികെ ഉള്ള രാജ്യങ്ങളിലൊക്കെ വിപണി ഉണർന്നിരിക്കുന്നു. ഈ വിലക്കയറ്റവും അതുപോലെ തന്നെ പണപ്പെരുപ്പവും ഒക്കെ തൽക്കാലം നേരിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. SKN.